ചലഞ്ചസ് ഇതെങ്ങനെ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ടെറയിൽ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സന്ദീപ് ഓൾറെഡി ആലപ്പുഴ ജിംഖാന കഴിഞ്ഞിട്ടാണ് വരുന്നത്. പുള്ളിക്കാരനത് നിസ്സാരമായി സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനൊരു പ്രശ്നമാവരുത്, അല്ലെങ്കിൽ ഫുൾ സെറ്റിൻ്റെ ഒരു പ്രശ്നമാവരുത്. അതുകൊണ്ട് ഞാനൊരു 5 days 6 days APNs എന്ന് പറഞ്ഞ കൊച്ചിയിലെ ഒരു ഗ്രൂപ്പ്, ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ടീമുണ്ട്. അവർ തന്നെയാണ് നമ്മുടെ ഫൈറ്റ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരെ പോയി 5-6 ദിവസം ഞാൻ എന്താ പറയുക, യോധയിൽ ജഗതി കറങ്ങത്തില്ലേ, അതേപോലെ എന്നെ ഇട്ട് ഉരുട്ടിയായിരുന്നു. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അജിലിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്യുക, എൻഡ്യൂറൻസ് ഇൻക്രീസ് ചെയ്യുക, സോ ദാറ്റ് ഈ ടെറയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പ്രൊഡക്ഷന്. അല്ല, നമ്മൾ ഈ ഒരു ടെറയിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു? ഉറപ്പായിട്ടും. അതായത് വെറുതെ നിന്നാൽ തന്നെ അട്ട വന്ന് കഴിക്കും. മഴ നനഞ്ഞിട്ട് ഈ പായൽ പിടിച്ച് കിടക്കുമായിരിക്കും. അപ്പം നന്നായി ഓടിയാൽ വീഴും. പക്ഷെ നന്നായി ഓടുന്നതായിട്ട് ഫീൽ ചെയ്യാൻ വേണം. അത് ഞാൻ പറഞ്ഞത് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ തപ്പി ഓടിക്കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ കാണാൻ പറ്റും, അവൻ എന്തോ തപ്പിയാണ് ഓടുന്നത് എന്നുള്ളത്. അപ്പോൾ അതല്ലാതെ ഓടാൻ വേണം, ഫൈറ്റ് ചെയ്യാൻ വേണം. കുറച്ചുകൂടെ റോ ആയിട്ടുള്ള ഫൈറ്റാണ് നമ്മുടെ എന്ന് പറയുന്നത്. അത്ര കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്ലോസ് കോമ്പാക്ട് ഫൈറ്റ്സ് ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. പിടിച്ച് വലിച്ചിട്ട് നാടൻ തല്ല് പോലെ. അപ്പോൾ അത് ഇമ്പാക്ട്ഫുള്ളും ആവണം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാക്ടീസിന് പോയത്. അവിടെ ഡെഫിനറ്റ്ലി നമുക്ക് പരിക്ക് പറ്റിയായിരുന്നു, കുറേ പരിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓക്കെ, അത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. ബീങ് ആൻ ആക്ടർ ഇങ്ങനത്തെ ഒരു പരിപാടി വരുമ്പോൾ ഇത് ചെയ്തേ പറ്റും. അതിനെക്കാട്ടി റിസ്കി സീനായിരുന്നു നമ്മളൊരു മല ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പോൾ മല ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ശരിക്കും ഈ ഹൈക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ വന്ന് ചെയ്യിപ്പിച്ച്, നമ്മുടെ കല്ല് വന്ന് വീഴുന്ന സാധനം വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേളിൽ നിന്ന് 2 റോപ്പ് ഉണ്ട്, ഒരെണ്ണം കെട്ടിയിട്ടുണ്ടാവും. റോപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ ബാക്കിലോട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും അല്ലേ, ഇങ്ങനെ ചവിട്ടി ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ മനസ്സിലാവും. സ്റ്റീപ്പായിട്ടുള്ള ഏരിയയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിലെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മേളിൽ നിൽക്കുന്നത്, ഓക്കെ ഫൈൻ. പക്ഷേ ഇറങ്ങാൻ നേരത്ത് ഒരു കല്ല് ഇങ്ങനെ നിൽപ്പുണ്ട്, ഞാൻ ആ കല്ല് ഇറങ്ങണ്ടേ. അപ്പോൾ ഇവർ വെയിറ്റ് താഴോട്ട് കൊടുക്കുമ്പം എനിക്ക് താഴോട്ടാണ് ഈ റോപ്പ് പോകുന്നത്, എനിക്ക് ഇങ്ങനെ കിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഷോട്ടും പറഞ്ഞു. ഞാൻ പിന്നെ ഒരു 2 കൽപ്പിച്ച് ചാടിയപ്പോഴേക്കും ഇത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചാടി താഴോട്ട് വന്ന് വീണത് കല്ലൊന്ന് അടിച്ചായിരുന്നു. അപ്പോൾ കല്ല് ഭയങ്കര ശബ്ദമാണ്. ഇതെന്താ മേലിൽ നിന്നൊക്കെ ആൾക്കാർ ഇതെന്താ സംഭവം, വേദന ഉണ്ടായിരുന്നു, മുറിഞ്ഞു ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ അത് ഓക്കെയാണ്. അല്ല, പിന്നെ അത് റീടേക്ക് അതായത് ഈ ടേക്ക് ഇപ്പം കിട്ടിയാൽ ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഞാൻ ഈ മരുന്നൊക്കെ ഇത് മൊത്തം, അതായത് ഭയങ്കര വലിയ മുറിവായിരുന്നു, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റായി. പൊട്ടലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അത് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാൽ ആ ടേക്ക് കഴിഞ്ഞിട്ട് എന്താ നോക്കാം എന്നുള്ള പെർസ്പെക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് ഓക്കെ ആണെന്നാണ് ഞാൻ പറയുന്നത്. ബീങ് ആൻ ആക്ടർ റിസ്ക് എടുക്കണം എന്നുള്ളതല്ല പറയുന്നത്, നമ്മൾ സേഫ് ആയിരിക്കണം. ചില സിറ്റുവേഷൻസ് ഇങ്ങനെ വരാം, നമ്മൾ മുറിയാം, വേദന എടുക്കുക. അതെല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവാറുണ്ട്. ഞാൻ മാത്രമല്ല, ഏതൊരു ആക്ടറാണെങ്കിലും ഇതുണ്ടാവും.